ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പോയേ കുറുപ്പമ്മാവനോട് ചോദിച്ചു കഴിഞ്ഞാൽ 4-5 ലക്ഷമൊക്കെ വെറുതെ കിട്ടില്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ ഒരു 2-3 ലക്ഷം കരുതി വെക്കാനിയാ. വന്ദനയുടെ സ്ത്രീധന പരാതി അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുക. ആ സീറ്റിൽ എന്റെ ചേട്ടനെ തിരികെ കയറ്റണം. ആ സീറ്റ് കിട്ടിക്കഴിഞ്ഞാ ചേട്ടന് വിജയം ഉറപ്പാ. ജിതേന്ദ്രൻ MLA ആയ ശുക്രൻ തെളിയുന്നത് ഭാര്യയായ എനിക്കല്ല, അപ്പച്ചിയായ ആനന്ദവല്ലിക്ക. കൊള്ളാലോടി. അതെ, പിന്നെ അപ്പച്ചി പറയുന്നതാ ഇവിടത്തെ നിയമം. ഹായ്, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അമ്മേ? കട്ടൻ ചായക്ക് പകരം നല്ല പാല് ചേർത്ത ചായ, പിള്ളേർക്ക് കുടിക്കാൻ പഞ്ചാര ഇട്ട നല്ല കട്ടിപ്പാല്, നല്ല രുചിയുള്ള പലഹാരവും. നീയൊന്നും ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണോ കഴിക്കുന്നത് ദിയേ? ഞാൻ കുടിക്കുന്നത് ബദാമിട്ട പാലാ. ബദാമിട്ട പാലോ? പിന്നെന്താ ചെറിയമ്മേ എനിക്ക് പാലിൽ ബദാം ഇടാത്തത്? ബദാം തീർന്നുപോയി. ഇന്നേ ഒരു ലോഡ് വരും. ഒരു ചാക്ക് ബദാമിന് പറഞ്ഞിട്ടുണ്ട്. ഓ എന്റെ അമ്മേ, ഒരു ചാക്ക് ബദാമോ? ഇവിടെ ആഹാരത്തിന് വകയില്ല, കൊടും ദാരിദ്ര്യവാ എന്നൊക്കെയല്ലേ നീ തട്ടിവിട്ടത്? അപ്പൊ അത് ശുദ്ധ നോണയായിരുന്നല്ലേ? വന്ദനേ, ഓ എടി, നോക്കിയിരിക്കാതെ വല്ലതും വയറ് നിറച്ച് വാരി കഴിക്കാൻ നോക്കടി. ഇങ്ങനെ ആക്രാന്തം പാടില്ല ചേച്ചി. വയറ് പൊട്ടിപ്പോവും. എടി എടി എടി, അത് പറയാൻ നീ ആരാടി ചിമ്മിഴേ? ഞാനും എന്റെ മോളുവേ ഈ കുടുംബത്തിലെ അംഗങ്ങളാ. ഇടം വല്ലതും നോക്കാതെ ഞങ്ങൾക്ക് തിന്നാം. വന്നിട്ടായ നിനക്ക് എന്താടി അതിനുള്ള യോഗ്യത? വസന്തേച്ചി, വെറുതെ വേണ്ടാട്ടോ. ദിയമോളെ കൊച്ചാക്കി ഭരിക്കാൻ നോക്കണ്ട. എന്നെ എന്റെ മോളെ ദാരിദ്ര്യം പറഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാവന്നേ ആരും നോക്കണ്ട. ജഗ, എന്റെ അനിയത്തിയെ ഒരു കാന വിത്ത. നീ ഭക്ഷണ കാര്യത്തിൽ അലമ്പ് കാണിച്ച് പിശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. നീ പോയി പണം വാരി അറിഞ്ഞിട്ടല്ലേ അനിയ ഈ സാധനങ്ങളൊക്കെ ഷടേന്ന് ഇവിടെ എത്തിച്ചത്? ആ നല്ല മനസ്സ് എന്നും ഉണ്ടാകണേ അനിയ. നല്ല മനസ്സ് എന്നും ഉണ്ടാവും. പക്ഷേ
ഇവിടെ ഭക്ഷണക്കാര്യത്തിൽ പലപ്പോഴും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ചേച്ചിക്ക് ഉണ്ടാവണം. ഓ തുടങ്ങിയല്ലോ വീണ്ടും ദാരിദ്ര്യം പറച്ചില്. എന്താ അനിയ, ഞാനും മോളും ഇവിടുന്ന് പോണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ സഹകരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്തോന്ന് അഡ്ജസ്റ്റ്മെന്റ്? നീ പോയേ കുറുപ്പമ്മാവനോട് ചോദിച്ചു കഴിഞ്ഞാല് 4-5 ലക്ഷമൊക്കെ വെറുതെ കിട്ടില്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ ഒരു 2-3 ലക്ഷം കരുതി വെക്കനിയാ. മതി വന്ദനമ്മേ, എനിക്ക് സ്കൂളിൽ പോണം, കുളിക്കണം. അയ്യോ, എന്റെ മോക്ക് സ്കൂളിൽ പോണം. എടി ഭക്ഷണം മതിയാക്കിയേ, കുളിച്ചിട്ട് വന്നിട്ടേ ഒരിക്കൽ കൂടി കഴിക്കാം. എന്നിട്ട് വാ. ചേച്ചി, ദീമൊക്കെ നേരത്തെ പോകേണ്ടതാ. ആദ്യം അവള് കുളിക്കട്ടെ ചേച്ചി. അത് വേണ്ട, രമ്യമോൾ ആദ്യം കുളിക്കട്ടെ. അല്ലെങ്കിലേ അവക്ക് നീർവീഴ്ച ഉണ്ടാവും. വാ, അതോടെ വെക്കൂ. ഞാൻ ലേറ്റ് ആവും. മിസ് വഴക്ക് പറയും അങ്കിളെ, എനിക്ക് കുളിക്കണം. മോള് തൽക്കാലത്തേക്ക് വെള്ളം ഒന്ന് കോരി ഒഴിച്ച് പുറം നനച്ചാ മതി. ജഗ, ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയല്ല ചേച്ചി. അവരിവിടെ പൊറപ്പിച്ച കടം കയറി നമ്മൾ മുങ്ങിപ്പോവും. പറഞ്ഞേക്കാം. മോള് വാ. നിനക്ക് കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ അറിയൂ. കരുണാകരക്കുറുപ്പിലെ രാഷ്ട്രീയക്കാരനെ നീ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേൽ ചാഞ്ഞാൽ കടയ്ക്ക് കത്തിവെക്കണം. അതാടാ പ്രമാണം. മാനത്തെ കൊട്ടാ